പ്രൊഫസർ റോണി കെ ബേബി. ഏറ്റവും വലിയൊരു ബാറ്റിലിനെയാണ് ഈ 2024 പൊതുതെരഞ്ഞെടുപ്പിലൂടെ രാജ്യം നേരിടാൻ പോകുന്നത്. നരേന്ദ്രമോദി താഴെ ഇറക്കുക എന്ന് പറയുമ്പോൾ അത് ആ സർക്കാരിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പ് കൂടിയാണ്. അങ്ങനെ ഈ കാലയളവിൽ രാജ്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തത് CAA ആണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ആ CAA കുറിച്ച് മിണ്ടാൻ കോൺഗ്രസിനാകുന്നില്ല. ന്യൂനപക്ഷങ്ങൾ എന്ത് വിശ്വാസ്യതയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കണം? പ്രൊഫസർ റോണി കെ ബേബി, അങ്ങേക്ക് കേൾക്കാനാകുന്നുണ്ടോ? അഷിത, ചോദ്യം എന്നോടാണോ? അതെ, ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ടോ? ഹലോ, ഞാൻ ചോദ്യം കേട്ടു. പറഞ്ഞോളൂ. അപ്പം അഷിത ഇവിടെ ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അഷിത കോൺഗ്രസിന്റെ ഇന്നലെ പ്രസിദ്ധീകരിച്ച പ്രകടന പത്രിക കാണാതെയാണ് ഈ ഒരു ഇൻട്രോയില് ഇങ്ങനെ സംസാരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വളരെ വ്യക്തമായി തന്നെ അതിന്റെ മൈനോറിറ്റീസുമായി ബന്ധപ്പെട്ട്, ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നാമത് തന്നെ പറയുന്നുണ്ട്, we will respect and uphold the fundamental right to practice one's faith and the rights guaranteed to the religious minorities under Article 15, 16, 25, 26, 28, 29 and 30th of the Indian Constitution. വളരെ വ്യക്തമായി തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അക്ഷിത, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ CAA മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമം അതിനേക്കാൾ വലിയ സാധനങ്ങൾ വരാൻ പോവുക. ഇന്ന് അദ്ദേഹം പറഞ്ഞതാ, BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ നടപ്പാക്കാൻ പോകുന്നു. അത്തരം വിഷയങ്ങൾ NPR ഒക്കെ ഇതിന്റെ തുടർച്ചയായി വരുമെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ താങ്കൾ വായിച്ച ഒരൊറ്റ ക്ലോസ് കൊണ്ട് CAA കോൺഗ്രസ് മൗനം പാലിച്ചു എന്ന വാദത്തെ ഖണ്ഡിക്കാനാകുമെന്ന് ആത്മാർത്ഥമായി താങ്കൾ കരുതുന്നുണ്ടോ? കാരണം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുക. എന്താ ആർട്ടിക്കിൾ, പിന്നെ ഇവിടെ ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നത്, the state shall not discriminate any citizen on grounds of religion, caste, sex and place of birth, etc. ഈ സിറ്റിസൺസ് എന്ന് പറയുന്നത് എവിടെയുള്ളവരെയാണ്? അത് ഇന്ത്യ മഹാരാജ്യത്തെ പൗരന്മാരെ കുറിച്ചാണല്ലോ പറയുന്നത്. നമ്മൾ CAA ചർച്ച ചെയ്യുന്നത് ആരെ കുറിച്ചാണ്? അവിടെ എങ്ങനെയാണ് അക്ഷിത? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് is not only applicable to the citizens of India, whoever people who are residing in the within the territory of India പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനിവൺ. ഒരാളെ പോലും രാഷ്ട്രം, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ 2024 ജൂണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്, കഴിഞ്ഞ 10 വർഷം ഇവിടെ മോദി ഭരണകൂടം ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വംശത്തിന്റെയും പേരിൽ തരംതിരിക്കുവാൻ, ധ്രുവീകരണം നടത്തുവാൻ കൊണ്ടുവന്ന എല്ലാ നിയമനിർമ്മാണങ്ങളും ഞങ്ങൾ വലിച്ച് അറബിക്കടലിൽ എറിഞ്ഞിരിക്കും. ഈ രാജ്യത്തെ ഈ പ്രകടന പത്രിക വായിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ താങ്കളൊന്ന് മുഖവിലേക്ക് എടുക്കൂ. ആർട്ടിക്കിൾ 15 പ്രകാരം ഇതൊക്കെയും ഞങ്ങൾ അവകാശപ്പെടും, അല്ലെങ്കിൽ ഇതൊക്കെയും ഞങ്ങൾ ഉറപ്പാക്കും എന്ന് പറയുമ്പോൾ, ഒരു സാധാരണക്കാരനായ ഇന്ത്യ മഹാരാജ്യത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം CAA എന്ന കരി നിയമത്തെക്കുറിച്ച് എന്ത് ബോധ്യമാണ് അവർക്കുണ്ടാകുക? അക്ഷിത, ഇന്ത്യ മഹാരാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ മുഴുവൻ നമ്മൾ CAA എന്ന് പറയുന്ന ഒറ്റ വിഷയത്തിലേക്ക് നമ്മൾ ചുരുക്കരുത്. CAA മാത്രമല്ല ഇവിടെ, ഉറപ്പായിട്ടുമല്ല, അതിനെ പല വിഷയങ്ങളായി തന്നെ കാണാമല്ലോ പ്രൊഫസർ റോണി കെ ബേബി. അങ്ങനെ നമ്മൾ CAA മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ചുരുക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സമീപകാലത്തെ തെരഞ്ഞെടുപ്പിനോട് അടുത്ത വേളയിൽ CAA 4 വർഷത്തെ മൗനത്തിന് ശേഷം, 4.5 വർഷത്തെ മൗനത്തിന് ശേഷം നടപ്പിലാക്കുന്നതിന്റെ അജണ്ട അത് നമ്മൾ തിരിച്ചറിയണ്ടേ? അപ്പോൾ അങ്ങനെയൊന്നും നടപ്പിലാക്കില്ല ഞങ്ങൾ എന്ന് ഉത്തരവാദിത്വത്തോടു കൂടി ശക്തമായ ഭാഷയിൽ പറയുകയല്ലേ വേണ്ടത്? അതിവിടെ ഉണ്ടാകുന്നില്ല. പകരം ഇതിനെ വളച്ചു കെട്ടി പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, മറ്റേ നമ്മുടെ ഉപമയുടെ കാര്യത്തിൽ പറയുമല്ലോ, ഒന്നിനോടൊന്ന് താതാത്മ്യം പ്രാപിച്ചാൽ അത് ഉപമയാമത് എന്ന് പറയുന്നത് പോലെ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകും അത്? അക്ഷിത, ഇവിടെ CAA എന്ന വാക്ക് ഉപയോഗിച്ചോ ഇല്ലെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ഇന്ത്യയിലെ ജനസാമാന്യത്തിന് അസന്നിഗ്ധമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അക്ഷിത, ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന ചർച്ചകൾ നടക്കുന്ന സമയത്ത് അക്ഷിതയ്ക്കൊക്കെ വളരെ കൃത്യമായി തന്നെ ചരിത്രം അറിയാം. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അകത്തും പുറത്തും ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണമെന്ന ശക്തമായ വാദം ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച് ചെറുത്തു തോൽപ്പിച്ച് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാക്കി കഴിഞ്ഞ 70-75 വർഷം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച് കൂടെ നിർത്തിയത് കോൺഗ്രസ് ഇവിടെ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകിയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ കൃത്യമായി തന്നെ കമ്മിറ്റ്മെന്റ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട്, ആ ഭരണഘടനയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ
ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ പോലും മാറ്റി നിർത്താതെ എല്ലാവരെയും കൂട്ടി നിർത്തുന്ന, ഇപ്പോൾ ഒരിക്കലും കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, അതുകൊണ്ട് ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, CAA എന്ന് പറയുന്ന വിഷയത്തിൽ മാത്രമല്ല, ഇവിടെ ഈ മതന്യൂനീകരണം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. BJP-യുടെ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ കണക്കെട്ട് 2025 RSS രൂപം കൊണ്ടിട്ട് 100 വർഷങ്ങൾ തികയാണ്. അവരുടെ ലക്ഷ്യം ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മതാധിഷ്ഠിത രാഷ്ട്രത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ CAA എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കോൺഗ്രസ് വളരെ ശരി, കോൺഗ്രസ് അതിനെ അല്പം കൂടി വിശാലമായ കാഴ്ചപ്പാടിൽ കാണുന്നു എന്നുള്ളതാണ്.